എൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും കഥ. ഒരു പള്ളിയിൽ ഒരു അച്ഛനും കപ്പേരും ഉണ്ടായിരുന്നു. ഈ അച്ഛന് ഒരു കുതിര ഉണ്ടായിരുന്നു. അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കുതിരയുടെ പുറത്താണ് പോകാറ്. അപ്പം എന്നും അച്ഛൻ ഈ കുതിരയുടെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കപ്പേരെ കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ കപ്പേർക്ക് കുതിരയുടെ പുറത്ത് കയറാനും ഇങ്ങനെ കറങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ കൊണ്ടുപോകത്തില്ല. ഈ അച്ഛൻ ഈ കുതിരയുടെ പുറത്ത് കയറി നിന്നിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയും ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ കുതിര അങ്ങ് പായും. അപ്പം എല്ലാ ദിവസവും അച്ഛൻ കുതിരപ്പുറത്ത് പോകാൻ നേരത്ത് ദൈവത്തിന് സ്തുതി എന്ന് പറയണത് മാത്രമേ കപ്പേര് കേട്ടിട്ടുള്ളൂ. ഈ കുതിര ആയിട്ട് പോയിട്ട് എവിടെയെങ്കിലും നിൽക്കാൻ നേരം എന്താണ് ഈ കുതിരയോട് പറയണെന്നുള്ളത് കപ്പേര് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അച്ഛന് ദൂരെ ഒരു സ്ഥലത്ത് പോകണം. അപ്പം ഈ കുതിരയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യും, ഈ കുതിരേനെ കപ്പേരെ ഏൽപ്പിക്കും. കപ്പേരെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ കാറിലങ്ങ് പോവും. രാവിലെയാണ് അച്ഛൻ പോണത്. അപ്പം ഈ കപ്പേര് വിചാരിക്കും അച്ഛൻ അവിടെ ഇല്ലല്ലോ. കപ്പേർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം കപ്പേരെന്ത് ചെയ്യും, ഈ കുതിരയുടെ പുറത്ത് കയറും. എന്നിട്ട് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിക്കും. എന്നിട്ട് അച്ഛൻ പറയണത് പോലെ ഇയാൾ കുതിരയോട് പറയും ദൈവത്തിന് സ്തുതിന്ന്. ദൈവത്തിന് സ്തുതിന്ന് കേൾക്കേണ്ട താമസം കുതിര പായാൻ തുടങ്ങി. അങ്ങനെ കുറേ ഇങ്ങനെ പാഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയമായി. അപ്പം ഇയാൾക്ക് എങ്ങനെയെങ്കിലും നിന്നാൽ മതി, ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പം എന്ത് പറയണമെന്നുള്ള ഇയാൾക്ക് അറിയാൻ പാടില്ല. ഇയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയും ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഈ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി എന്ന് കേൾക്കുമ്പോൾ ഈ കുതിര ഇങ്ങനെ പാഞ്ഞോണ്ടേയിരിക്കും. അവസാനം നോക്കുമ്പോഴത്തേക്കും ഒരു കുന്നും ചെരുവ് കാണും. ഈ കുന്നും ചെരുവ് എന്നോട് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കൊക്കയാണ്. അപ്പോൾ ഈ കപ്പേർക്ക് പേടിയാവും. കുതിര അങ്ങോട്ടാണ് ഈ ഓടണത്. ഓടിക്കഴിഞ്ഞ് പിന്നെ ആ എൻഡിൽ ചെന്നാൽ പിന്നത്തെ ചാട്ടം കൊക്കയിലേക്ക് പറഞ്ഞ രണ്ടാളും മരിച്ചു പോകും. അങ്ങനെ കപ്പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ കുന്നിൻ്റെ എൻഡിലെത്തുമ്പോഴത്തേക്ക് കപ്പേരുടെ പ്രാർത്ഥന കഴിയും. അങ്ങനെ കപ്പേര് ഈ പ്രാർത്ഥനയുടെ അവസാനം ആമേൻ എന്ന് പറയും. ഈ ആമേൻ എന്ന് കേൾക്കലും കുതിര അങ്ങ് നിൽക്കും. അപ്പം കപ്പേര് വിചാരിക്കുവേ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ഭയങ്കര സന്തോഷമാവും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു, ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ, കുതിര നിന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ കപ്പേര് വീണ്ടും പറയും ദൈവത്തിന് സ്തുതിന്ന്. ഈ ദൈവത്തിന് സ്തുതിന്ന് കേൾക്കലും ഈ കുതിര അങ്ങോട്ട് ചാടി രണ്ടാളുകൾ കൊക്കയിലേക്ക് മറിയും. അപ്പം ഈ കഥയിൽ നിന്ന് വല്ലതും മനസ്സിലായാ? എന്താ മനസ്സിലായത്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾ വരാഴികളെക്കുറിച്ച് ചിന്തിക്കണം. കപ്പേര് ഈ ആഗ്രഹം കപ്പേർക്ക് ഭയങ്കരമായിരുന്നു കുതിരയുടെ പുറത്ത് കിടക്കണമെന്ന്. പക്ഷെ ഈ ആഗ്രഹം ഉള്ളപ്പോഴും കുതിരയുടെ പുറത്ത് അച്ഛൻ കയറി ഇരുന്ന് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞതേ ആ കപ്പേര് കേട്ടിട്ടുള്ളൂ. ഈ കുതിര നിൽക്കാൻ വേണ്ടി എന്ത് പറയണമെന്നുള്ളത് കപ്പേര് അന്വേഷിച്ചിട്ടില്ല. കപ്പേര അറിയാനും ശ്രമിച്ചിട്ടില്ല. പക്ഷെ കുതിരയുടെ പുറത്ത് കയറി ഇരുന്ന് ഓടാൻ തുടങ്ങിയപ്പോഴാണ് കപ്പേർക്ക് കാര്യം പിടികിട്ടിയത്. നിർത്തണമല്ലോ എന്ന്. നിർത്താൻ എന്താ പറയുക? അവസാനം എന്ത് പറ്റി? അപ്പം ഇതാണ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ എന്ത് കാര്യവും നമ്മൾ ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.